നമസ്കാരം. വഖഫ് ഭേദഗതി ബില്ല് നിയമമായി. നിയമം പാർലമെൻറ്റ് പാസ്സാക്കി, രാഷ്ട്രപതി ഒപ്പുവെച്ചു, പിറ്റേന്നത് കോടതിയിലായി. ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് എവിടെയാണുള്ളത്? വഖഫ് ഭേദഗതി നിയമം സുപ്രീം കോടതിയുടെ തടവിലാണ് ഉള്ളത്. ഏപ്രിൽ 16-നാണ് സുപ്രീം കോടതി പാസ്സാക്കിയത്. അന്ന് തന്നെ അത് 14-ന് പാസ്സാക്കി, 15-ന് ഒപ്പുവെച്ചു, 16-ന് അത് സുപ്രീം കോടതി കയറി. ഏപ്രിൽ 16 മുതൽ സുപ്രീം കോടതിയിൽ ഇങ്ങനെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായുള്ള പരാതികൾ അങ്ങനെ കുന്നുകൂടുകയാണ്. സുപ്രീം കോടതി പറഞ്ഞു വരട്ടെ. ഇതുകൊണ്ടൊന്നും സുപ്രീം കോടതി ബേജാറാവാൻ പോയില്ല. സുപ്രീം കോടതി പറഞ്ഞത് വരാനുള്ള എല്ലാ പരാതികളും വരട്ടെ. 2 ആഴ്ച സമയം കൊടുത്തു. ഏപ്രിൽ 16 തൊട്ട് മെയ് 5-ാം തീയതി ഞങ്ങളിത് പരിഗണിക്കും. അതുവരെ വരാനുള്ള എല്ലാ പരാതികളും വരട്ടെ. എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും ഇടപെടട്ടെ. കേന്ദ്രത്തിന് പറയാനുള്ളത് പറയട്ടെ. എല്ലാ വഖഫ് ബോർഡുകൾക്കും പറയാനുള്ളത് പറയട്ടെ. ഞങ്ങൾ കാത്തിരിക്കാം. ഓപ്പണായിട്ട് എല്ലാ പരാതികൾ വിളിച്ചു വരുത്തുന്ന ഒരു അപൂർവമായ അവസരം സുപ്രീം കോടതി വഖഫ് നിയമത്തിൽ എല്ലാ ബന്ധപ്പെട്ട കക്ഷികൾക്കും കൊടുക്കാനുണ്ടായത്. അങ്ങനെയാണ് വഖഫ് ബോർഡിൻ്റെ, അതാണ് വഖഫ് നിയമത്തിൻ്റെ ഒരു ഭാവി നിർണ്ണയിക്കുന്ന ഒരു കാര്യം. സുപ്രീം കോടതി പറഞ്ഞു, ഈ മെയ് 5 വരെ, ഞങ്ങൾ ദീർഘകാലമൊന്നും ചോദിക്കുന്നില്ല, മെയ് 5 വരെ വരുന്ന എല്ലാ പരാതികളും പരിശോധിച്ചിട്ട് അന്തിമമായി ഒരു വിധി ഞങ്ങൾ പറയുന്നത് വരെ വഖഫ് നിയമം പാസ്സാക്കരുത്, നടപ്പാക്കരുത്. തീർച്ചയായിട്ടും അതിൻ്റെ ആക്ട് വന്നു, റൂൾ ഉണ്ടാക്കാം. ആക്ട് പാസ്സായി, പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഇനി നിങ്ങൾക്ക് ഈ കാലയളവിൽ റൂളുകളൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ. പക്ഷേ അന്തിമമായ റൂളുകൾ നടപ്പാക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതിയുടെ വിധിക്ക് വിധേയമായിരിക്കണം. ഞങ്ങൾ ഇതൊന്നും നിങ്ങൾ ഈ ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്ന നിയമത്തിൽ ഏതെങ്കിലും ഒന്ന് പിൻവലിക്കണമെന്ന് ഇപ്പോൾ ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇത് ഭരണഘടനാ വിരുദ്ധമായ വല്ലതും ഈ നിയമത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് പരാതികളിന്മേലുള്ള വാദവും മറുവാദവും ഒക്കെ കേട്ടിട്ട് ഗവൺമെൻറ്റിന് പറയാനുള്ളതും കോടതിയിൽ ഈ ബില്ലിനെതിരായി വാദിക്കാൻ വരുന്ന വക്കീലന്മാർക്ക് പറയാനുള്ളതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ പറയും. ചിലർക്കാരല്ല, തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് വേണ്ടി പറയാൻ വരുന്നത് ആരൊക്കെയാണ് എന്ന് കോടതിക്ക് അറിയാം. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് വേണ്ടി പറയാൻ വരുന്നത് തുഷാർ മേത്തയാണ്. ഒന്ന് സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്ത. ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി എല്ലാ കേസുകളും വാദിക്കാൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരുമാണ് ബാധ്യതപ്പെട്ടവർ. കൂടെ നോഡൽ കൗൺസിലായിട്ട് ഇതിനു വേണ്ടി നിയമിച്ചിരിക്കുന്ന കനു അഗർവാളും ഉണ്ട്. തുഷാർ മേത്തയും കനു അഗർവാളും ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി വാദിക്കും. ആ സമയത്ത് ഇതിനെതിരായി വന്ന അപ്പീലുകൾക്ക് വേണ്ടി വാദിക്കുന്നത്, ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരായി വാദിക്കുന്ന വക്കീലന്മാരും ചില്ലറക്കാരല്ല, ഒക്കെ വിഖ്യാതരായ വക്കീലുകൾ. ഏത് കേസിലും സുപ്രീം കോടതിയിൽ പോയാൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള വക്കീലന്മാരാണ്. ഒന്ന് കപിൽ സിബലാണ്, മറ്റൊന്ന് അഭിഷേക് സിംഗ് മനു സിംഗ്വിയാണ്, AM സിംഗ്വിയാണ്, വേറൊന്ന് അനസ് തൻവീറാണ്. വിഖ്യാതനായ ഈ പറഞ്ഞ വക്കീലന്മാരൊക്കെയാണ് വാദിക്കുക. ഇവർ തമ്മിലുള്ള യുദ്ധം ഈ മെയ് 5-ാം തീയതിയോടുകൂടി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യൻ സുപ്രീം കോടതിയിൽ മുഴങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലാണ്, നമ്മുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചിലാണ് ഇതൊക്കെ ചർച്ചയ്ക്ക് വരുന്നത്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ മുൻകൈ എടുക്കുന്ന ഒരു വലിയ നിയമസംവാദം മെയ് 5-ാം തീയതി ഇന്ത്യൻ പാർലമെൻറ്റിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഇന്ന് അതിനനുബന്ധമായി വന്നിരിക്കുന്നൊരു വാർത്ത, എന്ത് സംഭവിക്കുമെന്നൊക്കെ തീർച്ചയായിട്ടും എളുപ്പത്തിൽ തീരും. കാരണം പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയിട്ട് അത് ആക്റ്റും റൂളും ഉണ്ടാക്കി നടപ്പാക്കി തുടങ്ങിയിട്ട് പിന്നീട് ജനങ്ങൾ ഓരോരുത്തരായി പരാതി പറയുന്നതിന് പകരം ഈ നിയമത്തെക്കുറിച്ചുള്ള ഭരണഘടനാ വിരുദ്ധത ഇപ്പോൾ തന്നെ പരിശോധിച്ച് അന്തിമമായൊരു തീർപ്പ് കൽപ്പിച്ചിട്ട് നടപ്പാക്കി തുടങ്ങിയാൽ അത് എളുപ്പമാണ്. ഒരുപക്ഷേ നീതിന്യായ ചരിത്രത്തിലെ അപൂർവമായ സംഭവമാണ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം പിറ്റേന്ന് തന്നെ കോടതിയിൽ പോവുക, അതും പരമോന്നത കോടതിയിലെത്തുക, കോടതി തീർപ്പ് കൽപ്പിച്ചിട്ട് നടപ്പാക്കിയാൽ മതി എന്ന് പറയുക. എന്നാൽ പിന്നെ ഒരുപാട് തലവേദനകൾ നീതിന്യായ അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ കോടതികളിൽ ഒരുപാട് തലവേദനകൾ കുറഞ്ഞു കിട്ടാനും ഇടയുണ്ട്. ഇന്നത്തെ വാർത്ത, ഇനി ആർക്കെങ്കിലും പറയാനുള്ളവരൊക്കെ പറഞ്ഞുകൊള്ളുക എന്ന് കോടതി പറഞ്ഞ മുറയ്ക്ക് ഇന്നലെ കോടതിയിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് പറയാനുള്ള പ്രാഥമികമായ വാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യ ഗവൺമെൻറ്റിനോട് സുപ്രീം കോടതി ചോദിച്ചത്, നിങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കി ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ച ഈ നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധതയുണ്ട് എന്ന് ഇവിടെ കോടതിയിൽ വന്നിരിക്കുന്ന എല്ലാ പരാതികളിലും പറയുന്നു. മിക്കവാറും എല്ലാ പരാതികളിലും ഭരണഘടനാ വിരുദ്ധമാണ് ഈ നിയമത്തിൻ്റെ വകുപ്പുകൾ എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ അല്ലയോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഇന്നലെ
കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന, ഇന്നലെ സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു രേഖയുണ്ട്. ആ രേഖ ഞെട്ടിക്കുന്ന, ആ രേഖ നമുക്ക് വളരെ വിജ്ഞാനപ്രദമാണ്. ആ രേഖ കൗതുകം നിറഞ്ഞതാണ്. ആ രേഖയെക്കുറിച്ച് വഖഫ് ബില്ലിൻ്റെ ചർച്ചയിലൊന്നും നമ്മൾ ഇന്നലെ വരെ കേട്ടിട്ടില്ല. അത് അത്ഭുതകരമായൊരു കാര്യമാണ്. അതെന്താണ് ആ ബില്ല്, ആ കാര്യം എന്താണെന്ന് ഓർക്കാം. ഇന്ത്യ ഗവൺമെൻറ് സുപ്രീം കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നു, യുവർ ഓണർ, ഞങ്ങൾ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ നിർബന്ധിതമായൊരു സാഹചര്യമുണ്ട്. അത് പുതിയ സാഹചര്യമാണ്. എന്താണത്? ഇന്ത്യയിൽ വഖഫ് സ്വത്തുക്കൾ ഉണ്ടായത് എന്ന് മുതലാണ്? ഏതാണ്ട് 12-ാം നൂറ്റാണ്ട് തൊട്ട് വഖഫ് സ്വത്തുക്കളുണ്ട്. ബ്രിട്ടീഷുകാർ വന്ന കാലം തൊട്ട്, ഇപ്പോൾ 17-18 നൂറ്റാണ്ട് തൊട്ട് ഇതിനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ, ഇതിനൊക്കെയുള്ള രജിസ്ട്രേഷനുണ്ട്. ആ രജിസ്ട്രേഷൻ പ്രകാരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വഖഫ് സ്വത്തിൻ്റെ കണക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷവും മുമ്പും ഒക്കെ എടുത്ത കണക്കുണ്ട്. ആ കണക്കെടുത്ത് നോക്കിയിട്ട് ആ കണക്കിൽ വഖഫ് സ്വത്തിൻ്റെ അളവിലുണ്ടായ മാറ്റം ഗവൺമെൻറ് പരിശോധിച്ചപ്പോൾ അത്ഭുതകരമായൊരു കാര്യം കണ്ടു. 2013 മുതൽ പെട്ടെന്ന് വഖഫ് സ്വത്തിൽ വലിയ വർധനവുണ്ടായി. 2013ൻ്റെ പ്രത്യേകത എന്താണ്? 2013നും ഈ കഴിഞ്ഞ 2024നും ഈ ബില്ല് 2024ൻ്റെ പ്രത്യേകത എന്താണ്? 2024 ആഗസ്റ്റ് മാസം 8-ാം തീയതിയാണ്. ആഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് ആദ്യമായി കിരൺ റിജിജു എന്ന നമ്മുടെ മന്ത്രി പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. അത് പിന്നെ JPCക്ക് വിട്ടു, ചർച്ചയായി, ഇന്ത്യ മുഴുവൻ കറങ്ങിത്തിരിഞ്ഞിട്ടാണ് കഴിഞ്ഞ ഈ ഏപ്രിൽ മാസം 14-ാം തീയതി തിരിച്ചു വന്നത്. പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരുന്നു, ലോക്സഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി, പ്രസിഡന്റ് ഒപ്പുവെക്കാൻ പോകുന്നത്. അങ്ങനെയാണ് 6-7 മാസം അതിൻ്റെ JPC ചർച്ച നടന്നു. അപ്പോൾ 2024 വരെ. അപ്പോൾ 2024 ഇങ്ങനെ ഒരു പുതിയ നിയമം നിർമ്മിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കണമെന്ന് തുഷാർ മേത്ത തയ്യാറാക്കിയ 1000-ലേറെ പേജുകളുള്ള വലിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവർ പറഞ്ഞൊരു കാര്യം, 2013 വരെ, നൂറ്റാണ്ടുകളായിട്ട് വഖഫ് സ്വത്തുക്കളുണ്ട്. പക്ഷേ ആ വഖഫ് സ്വത്തിൻ്റെ അളവിൽ 2013 മുതൽ 2024 വരെയുള്ള 11 കൊല്ലം കൊണ്ട് ക്രമാതീതമായ വർധനവുണ്ടായി. ചെറിയ വർധനവല്ല. എത്ര വർധനവ്? 116% വർധനവുണ്ടായി. കൃത്യമായ കണക്ക് പറഞ്ഞിട്ടുണ്ട്. 2013 ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ, ഭൂമി മാത്രമാണ്, ഇന്ത്യയിലെ വഖഫ് ബോർഡിൻ്റെ പരിധിയിലുള്ള വഖഫ് ബോർഡുകളുടെ, ഒന്നല്ല, സെൻട്രൽ വഖഫ് ബോർഡ് ഉൾപ്പെടെ 29 വഖഫ് ബോർഡുകളുണ്ട്. ഈ 29 വഖഫ് ബോർഡുകളുടെയും കൂടി പരിധിയിലുള്ള വഖഫ് ഭൂമിയുടെ കണക്ക് 18,29,164 ഏക്കറാണ്. 18,29,114 ഏക്കറാണ് 2013 വരെ ഇന്ത്യയിലെ വഖഫ് ഭൂമിയുടെ കണക്ക്. എന്നാൽ അടുത്ത 11 കൊല്ലം കൊണ്ട് ഒരു ജമ്പാണ്, അതിഭീകരമായ വർധനവാണ്. 2024 ഞങ്ങൾ അതേ കണക്ക് നോക്കുമ്പോൾ 2024 ഇന്ത്യയിലെ വഖഫ് സ്വത്തിൻ്റെ, വഖഫ് ഭൂമിയുടെ കണക്ക് 39,29,237 ഏക്കറായി മാറിയിരിക്കുന്നു. ഏക്കറാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 11 കൊല്ലം കൊണ്ട് 18 ലക്ഷം ഉണ്ടായിരുന്നത് 39 ലക്ഷമായി മാറുകയാണ്. എന്ന് പറഞ്ഞാൽ വർധനവ് എത്രയാണ്? ഈ 11 കൊല്ലം കൊണ്ട് മാത്രം വർദ്ധിച്ചത് 20,92,073 ഏക്കറാണ്. വർധനവ് മാത്രം. എന്ന് വെച്ചാൽ അന്ന് വരെ ഉണ്ടായിരുന്ന ആകെ ഭൂമി 18 ലക്ഷമേ ഉള്ളൂ. ഈ 11 കൊല്ലം കൊണ്ട് വർദ്ധിച്ചത് മാത്രം 20. അങ്ങനെയാണ് 39, ആകെ 39. അപ്പോൾ ഈ വർധനവ് മാത്രം കണക്കെടുത്താൽ 116%. 116%. 18 ലക്ഷം ഉണ്ടായിരുന്നത് 39 ലക്ഷമായി എന്ന് പറഞ്ഞാൽ 116% വർധനവുണ്ടായി. അതെങ്ങനെ എന്ന് ഞങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ 2013 ഭേദഗതി പ്രകാരം വലിയ തോതിൽ വഖഫ് ബൈ യൂസർ എന്ന് വെച്ചാൽ ഏതെങ്കിലും സ്വത്തിൻ്റെ ഉടമസ്ഥന് മാത്രമല്ല വഖഫ് ചെയ്യാനുള്ള അവകാശം. ഇസ്ലാമിക വിശ്വാസമുള്ള ഒരാളുടെ കയ്യിൽ അയാളുടെ ഭൂമി മാത്രമല്ല വഖഫ് ചെയ്യാനുള്ള അവകാശം. അയാൾ എത്രയോ കാലമായി മറ്റുള്ളവരുടെ സ്വത്ത് ഉപയോഗിച്ച് വരികയാണെങ്കിൽ ഉപയോഗിക്കുന്നയാൾക്കും വഖഫ് ചെയ്യാൻ അവകാശമുണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് വഖഫ് ചെയ്താണ് മഹാഭൂരിപക്ഷം. അതുകൊണ്ട് വഖഫ് ബൈ യൂസർ, ഉപയോഗിക്കുന്നയാൾക്ക് വഖഫ് ചെയ്യാമെന്ന പ്രൊവിഷനാണ് ഈ വർധന ഉണ്ടാക്കിയതെന്ന് ഞങ്ങൾ കണ്ടെത്തി. അതുകൊണ്ട് അത് റദ്ദാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചില പരിഷ്കാരങ്ങൾ മാത്രമല്ല, വഖഫ് സ്വത്ത് അന്യായമായി പലയിടത്തും അവകാശവാദം ഉന്നയിക്കുകയും കയ്യേറുകയും ചെയ്യുന്നുണ്ട്. അത് തടയേണ്ടതുണ്ട്. അതിലൊക്കെ തീരുമാനമെടുക്കാനുള്ള അവകാശം വഖഫ് ബോർഡിനോ വഖഫ് ട്രിബ്യൂണലിനോ മാത്രം പോലെ നമ്മുടെ രാജ്യത്തെ സിവിൽ കോടതികൾക്ക് കൂടി അതിനുള്ള അവകാശം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ വഖഫ് നിയമം കൊണ്ടുവരാൻ നിർബന്ധിതരായത് എന്ന് ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവിൻ്റെ മന്ത്രാലയം നമ്മുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മുഖേന സുപ്രീം കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നു. ആ കണക്ക് ശരിയോ തെറ്റോ എന്നതൊക്കെ തീർച്ചയായിട്ടും ഇനി സുപ്രീം കോടതിയിൽ വരട്ടെ. പക്ഷേ ആ കണക്ക് പുതിയതാണ്.
വഖഫ് ബില്ലിനെ കുറിച്ച് ധാരാളമായി സംസാരിക്കുകയും കണക്കുകൾ ഈ ബന്ധപ്പെട്ട രേഖകളൊക്കെ ആവുന്നത്ര നോക്കുകയും ചെയ്ത നമ്മുടെ ഒന്നും കണ്ണിൽ ആ കണക്ക് പെട്ടിട്ടില്ല. അതൊരു അത്ഭുതകരമായ കണക്കാണ്. ഇനി ഒരു കാര്യം കൂടി ചേർത്ത് ഓർക്കേണ്ടതുണ്ട്. ഇതിനെ തിരിച്ചും BJP ഭരിക്കുമ്പോൾ, BJPയും NDAയും ഭരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കണക്ക് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോൾ കൗതുകം നിറഞ്ഞൊരു ചോദ്യം ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ നല്ലതാണ്. ആ ചോദ്യം ഇതാണ്: 2013 ഈ ഭേദഗതി ഉണ്ടല്ലോ, 2013 മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ 1954 വഖഫ് നിയമം 1913 തൊട്ട് 1923 തൊട്ടുള്ള വഖഫ് നിയമമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ നിയമം. അത് പിന്നീട് 1954 ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് പരിഷ്കരിച്ച നിയമമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ വഖഫ് നിയമം. അതാണ് 95 വഖഫ് ആക്റ്റായിട്ട് പരിഷ്കരിച്ചത്. 95 പരിഷ്കരിച്ചു. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിലത്തെ പരിഷ്കാരം നടക്കുന്നത് 2013 2013 വഖഫ് പരിഷ്കാരമാണ് പൊടുന്നനെ വഖഫ് ഭൂമിയിൽ വർധനവുണ്ടാക്കിയത് എന്ന് ഇന്ത്യ ഗവൺമെൻറ് ആക്ഷേപിക്കുമ്പോൾ BJP നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ്റിന് സത്യസന്ധമായി ഒരു കാര്യം കൂടി ബോധിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് 2013 ഈ ഭേദഗതി മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ ആ ബില്ലിനെ BJP എതിർത്തില്ല എന്ന് മാത്രമല്ല, അന്ന് പ്രതിപക്ഷത്തിരുന്ന BJP അതിനെ അനുകൂലിച്ചിട്ടുമുണ്ട്. എന്തായിരുന്നു കാരണം എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ സത്യസന്ധമായി പറയാവുന്നൊരു ഉത്തരം: അന്ന് ഇതിൻ്റെ അപകടം ഞങ്ങൾ മനസ്സിലാക്കിയില്ല, ഞങ്ങൾ പഠിക്കാൻ വൈകിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾ അതിനെ എതിർക്കാൻ വിട്ടുപോയി എന്ന് പറയുന്നതാണ് സത്യസന്ധം. അല്ലാത്ത ഒരു മറുപടിയും ന്യായമാവില്ല. ജനങ്ങൾ സ്വാഭാവികമായിട്ടും പറഞ്ഞേക്കും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നിങ്ങൾ മനസ്സിലാക്കാൻ വൈകിയെങ്കിൽ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ നന്ന് എന്ന് കോടതി പറഞ്ഞേക്കും. ഏതായാലും 2013 നിർണായകമായൊരു വർഷമാണ്. രണ്ട് കാരണം കൊണ്ട്. ഒന്ന്, 2013 ഒടുവിലത്തെ വഖഫ് ഭേദഗതി വന്നത്. ആ ഭേദഗതിയാണ് ഈ മാറ്റമുണ്ടാക്കിയതെങ്കിൽ, ഈ വലിയ വർധനമുണ്ടാക്കിയതെങ്കിൽ, ആ ഭേദഗതിയാണ് അതിന് ഉത്തരവാദിയെങ്കിൽ മൻമോഹൻ സിംഗ് മാത്രമാവില്ല ഉത്തരവാദി, അതിനെ എതിർക്കാതെ പോയ BJPയും ഉത്തരവാദിയാകും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 2013 ബില്ല് വന്നെങ്കിൽ 2014 തൊട്ട് നാട് ഭരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നരേന്ദ്രമോദിയാണ്. ഈ ഭേദഗതി ഇത്രയും കാലം കഴിഞ്ഞ 10-11 കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് ആരും സമയത്തിന് പെടുത്തിയില്ലേ? അന്യൻ്റെ ഭൂമി ഒരു കാരണവശാലും വഖഫ് അല്ലാത്ത ഭൂമി അല്ലെങ്കിൽ വഖഫ് ബോർഡിന് അവകാശപ്പെടാത്ത ഭൂമി അവരിങ്ങനെ അവകാശവാദം ഉന്നയിച്ച് വാരിക്കൂട്ടി വഖഫ് ബോർഡ് ഇങ്ങനെ വലിയ ധനാഢ്യനായിട്ട് വളരുമ്പോൾ അത് തടയാൻ എന്തേ സമയത്തിന് ഇതുവരെ ഒരു കേസ് പോലും ആരും കൊടുത്തില്ല എന്ന ചോദ്യവും പ്രസക്തമാണ്. എന്തേ ഇത്ര വൈകിപ്പോയി എന്ന ചോദ്യവും പ്രസക്തമാണ്. തീർച്ചയായിട്ടും കൗതുകം നിറഞ്ഞ ഈ വാർത്ത നമ്മുടെ വഖഫ് ബില്ലിൻ്റെ ചരിത്രത്തിലെ ശ്രദ്ധേയമായൊരു വാർത്തയാണ്. ആ വാർത്ത ഇന്നത്തെ വാർത്തയായതുകൊണ്ട് അത് പ്രേക്ഷകരറിയണം എന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് പ്രസക്തമാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. നന്ദി, നമസ്കാരം.